ബൈനറി സബ്ട്രാക്ഷൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബൈനറി അഡീഷൻ കണ്ടു. അവിടെ നമ്മൾ ഒരു റൂൾ ഫോർ ബൈനറി അഡീഷൻ പറഞ്ഞിരുന്നു. അതുപോലെ നമുക്ക് ഇവിടെയും ഒരു റൂൾ ഫോർ സബ്ട്രാക്ഷൻ ഉണ്ട്. ഇതാണ് ബൈനറി സബ്ട്രാക്ഷൻ്റെ റൂള്. 0 മൈനസ് 0 ഈക്വൽ ടു 0, 0 മൈനസ് 1 ഈക്വൽ ടു 1 വിത്ത് എ ബോറോ ഫ്രം ദി നെക്സ്റ്റ് കോളം. അതായത് നമുക്കിപ്പോൾ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു സബ്ട്രാക്ഷൻ്റെ ഒരു കോളത്തിൻ്റെ കാര്യമാണ് പറയണത്. ഡെസിമലിലാണെങ്കിൽ ചെറിയ നമ്പറിൽ നിന്ന് ഇപ്പോൾ നമുക്ക് 7 8 സബ്ട്രാക്ട് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 7 8 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തൊട്ട് പുറകിലെ കോളത്തിൽ പോവും, അവിടുന്ന് ഒരു ബോറോ എടുക്കും. അതുപോലെ ബൈനറി സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബോറോ എടുക്കും. അപ്പോൾ ആ ബോറോ എടുത്തു കഴിഞ്ഞാൽ 0 നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ബോറോ എടുത്തു കഴിയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. അത് എങ്ങനെയാണെന്നുള്ളത് പറയാം. ദെൻ 1 മൈനസ് 0 ഈക്വൽ ടു 1 ആൻഡ് 1 മൈനസ് 1 ഈക്വൽ ടു 0. ഇതാണ് ബൈനറി സബ്ട്രാക്ഷൻ്റെ റൂള്. അപ്പോൾ ഏതൊരു സബ്ട്രാക്ഷനും പോലെ നമ്മൾ ഡെസിമലിൽ സബ്ട്രാക്ട് ചെയ്യണ പോലെ തന്നെ ബൈനറി സബ്ട്രാക്ഷന് നമുക്ക് 2 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറ്റർമൈൻ വെദർ വി ഹാവ് ടു ടേക്ക് എ ബോറോ. അതായത് ഒരു ബോറോ എടുക്കണോ, തൊട്ട് പുറകിലെ പൊസിഷനിൽ ഒരു ബോറോ എടുക്കണോ തീരുമാനിക്കണം. എപ്പോഴാണ് നമ്മൾ ബോറോ എടുക്കുക? നമുക്ക് ചെറിയ നമ്പറിൽ നിന്ന് ഒരു വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യേണ്ടി വരുന്ന സമയത്താണ് ബോറോ എടുക്കേണ്ടി വരിക. അതായത് മുകളിലെ നമ്പറിന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മുകളിലുള്ള നമ്പറിന് നമ്മൾ മിനുവൻ്റ് എന്നാണ് പറയുക, താഴെയുള്ള നമ്പറിന് നമ്മൾ സബ്ട്രാഹൻ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇഫ് ദി സബ്ട്രാഹൻ്റ് ഇസ് ഗ്രേറ്റർ ദാൻ മിനുവൻ്റ്, സബ്ട്രാഹൻ്റ് മിനുവൻ്റിനേക്കാളും വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള പൊസിഷനിൽ ഒരു ബോറോ എടുക്കും. അപ്പോൾ ആ ബോറോ എടുക്കണോ എടുക്കണ്ടേ തീരുമാനിക്കുക. എടുക്കണം എന്നുണ്ടെങ്കിൽ ബോറോ എടുക്കുക, എടുക്കണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ബോറോ എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ അതൊന്ന് സബ്ട്രാക്ട് ചെയ്യുക. ബോറോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിലെ നമ്പറിൽ നിന്ന് താഴത്തെ നമ്പർ സബ്ട്രാക്ട് ചെയ്യുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് സ്റ്റെപ്പാണ് അപ്പോൾ സബ്ട്രാക്ഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ബോറോ എടുക്കണോ ഇല്ലയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കും. അപ്പോൾ ബൈനറി സബ്ട്രാക്ഷനിലേക്ക് പോണതിൻ്റെ മുന്നേ ഞാനൊരു ഡെസിമൽ നമ്പർ സബ്ട്രാക്ട് ചെയ്ത് കാണിക്കാം. അവിടെ എന്താണോ നമ്മൾ ചെയ്യണത് അത് തന്നെയാണ് ബൈനറിയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ചില ആൾക്കാർക്ക് ബൈനറി കേൾക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഡെസിമൽ ആദ്യം സബ്ട്രാക്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. 5008 മൈനസ് 129 ഇത് ഞാൻ സബ്ട്രാക്ട് ചെയ്യണം. നമ്മൾ സബ്ട്രാക്ഷൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? റൈറ്റ് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം ഇതിനെയാണ് ഞാൻ ഓരോ കോളം എന്ന് പറയുന്നത്. ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം, അങ്ങനെ ഓരോ കോളം വൈസാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണത്. അപ്പോൾ ആദ്യം 8 നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യണം. 8 നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം 8 ആണ് ചെറുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തൊട്ട് പുറകിലെ പൊസിഷനിൽ നിന്ന് ഒരു ബോറോ എടുക്കും. തൊട്ട് പുറകിലെ പൊസിഷൻ 0 ആണ്, ബോറോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകിലെ പൊസിഷനിൽ പോയി, അവിടെയും 0 ആണ്, അതിൻ്റെ പുറകിൽ പോയി 5. അപ്പോൾ ഈ 5 എത്തിക്കഴിയുമ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ബോറോ എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബോറോ നമ്മൾ ഫ്രണ്ടിലെ പൊസിഷനിലേക്ക് എടുക്കുകയാണ്. ബോറോ എടുത്തു കഴിഞ്ഞാൽ ഈ 5ൻ്റെ വാല്യൂ പിന്നെ എന്തായി? 4 ആയി. ഇനി ബോറോ കിട്ടുന്നത് അതിൻ്റെ തൊട്ട് മുമ്പിലെ പൊസിഷനിലേക്കാണ് ബോറോ കിട്ടുക. ബോറോ കിട്ടിക്കഴിയുമ്പോൾ ഈ 0യുടെ വാല്യൂ 10 ആയി. ഇനി നമുക്ക് ഈ 10 നിന്ന് ബോറോ എടുക്കാം അടുത്ത പൊസിഷനിലേക്ക്, ഇവിടേക്ക്. അപ്പോൾ 10 നിന്ന് ബോറോ എടുത്തു കഴിയുമ്പോൾ ഈ 10ൻ്റെ സ്ഥാനത്ത് 9 ആയി. ബോറോ കിട്ടുന്നിടത്ത് എന്തായി? 10 ആയി. ഇനി ഈ 10 നിന്നൊരു ബോറോ 8ലേക്ക് എടുക്കാം. അപ്പോൾ 8ൻ്റെ സ്ഥാനത്ത് എന്തായി? 18 ആയി അല്ലേ? 8 നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു ബോറോ എടുത്തിട്ട് അതിന് 18 ആക്കിയിട്ടാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 8ൻ്റെ സ്ഥാനത്ത് 18 ആയി. ഈ 10 എന്നൊരു ബോറോ ഫ്രണ്ടിലേക്ക് എടുത്ത കാരണം 10ൻ്റെ സ്ഥാനത്ത് 9 ആയി. ഇങ്ങനെയല്ലേ നമ്മൾ ബോറോ എടുക്കുക ഡെസിമലിൽ. ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്യാണ്. 18 മൈനസ് 9. 18 മൈനസ് 9 എന്ന് പറയുമ്പോൾ നമുക്ക് 9 കിട്ടി. ഇനി അടുത്ത പൊസിഷനിലേക്ക് വരിക. 2 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. എന്തെന്ന് സബ്ട്രാക്ട് ചെയ്യണം? നേരത്തെ അവിടെ 0 ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ നമ്മൾ ഈ ബോറോ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വാല്യൂ 9 ആയി. അപ്പം 9 മൈനസ് 2 എന്ന് പറയുമ്പോൾ 7 കിട്ടി. ഇനി അടുത്ത പൊസിഷനിൽ 1 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. 0യിൽ നിന്നായിരുന്നു സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ബോറോ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 0 മാറിയിട്ട് അവിടെ 9 വന്നു. 9 മൈനസ് 1 8. ഇനി അതിൻ്റെ പുറകിലെ പൊസിഷനിൽ പോവാം. ഇവിടെ വാല്യൂ ഒന്നുമില്ല, അതായത് ഇവിടെ 0 ആണുള്ളത്. ഇവിടെ 5 എന്നായിരുന്നു സബ്ട്രാക്ട് ചെയ്യേണ്ടത്. 5 എന്ന് ബോറോ എടുത്തു കഴിഞ്ഞപ്പോൾ അത് 4 ആയി. 4 മൈനസ് 0 എന്ന് പറയുമ്പോൾ 4 കിട്ടി. ഇങ്ങനെയാണല്ലോ നമ്മൾ ഡെസിമലിൽ സബ്ട്രാക്ട് ചെയ്യാം. ഇത് തന്നെയാണ് നമ്മൾ ബൈനറിയിലും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ബോറോ എടുത്തപ്പോൾ എന്താ സംഭവിച്ചത് നോക്കൂ. ഞാൻ ഇവിടുന്ന് 5 എന്നൊരു ബോറോ എടുത്തു. 5 എന്നൊരു ബോറോ എടുത്തപ്പോൾ 5ൻ്റെ വാല്യൂ 4 ആയി. അതായത് 5 എന്നാണ് ബോറോ എടുക്കണമെന്നുണ്ടെങ്കിൽ 5ൻ്റെ വാല്യൂ 4 ആവും. ഇനിയിപ്പോൾ എനിക്കൊരു 8 എന്നായിരുന്നു ബോറോ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ 8ൻ്റെ വാല്യൂ മാറിയിട്ട് 7 ആവും. അതായത് ഒരു നമ്പറിൽ നിന്ന് ബോറോ എടുത്തു കഴിയുമ്പോൾ ആ നമ്പർ 1 കുറയും.
ഇനി ബോറോ കിട്ടുന്നിടത്ത് എന്താ സംഭവിക്കുക? എനിക്ക് ഇവിടേക്കായിരുന്നു ബോറോ വേണ്ടത്. 8 എന്ന് പറഞ്ഞ നമ്പറിന് വേണ്ടിയിട്ടായിരുന്നു ബോറോ എടുത്തത്. അവിടെ ബോറോ കിട്ടിക്കഴിഞ്ഞപ്പോൾ 8 എന്തായി? 18 ആയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോറോ നമുക്ക് കിട്ടിയത് 10 ആണ്. പുറകിലെ പൊസിഷൻ നമ്മൾ എടുത്തത് 1 ആണ്, അത് നമുക്ക് കിട്ടിയത് 10 ആയിട്ടാണ്. 10 ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് 18 ആയത് എങ്ങനെയാണ്? 10 പ്ലസ് നമുക്ക് അവിടെയുള്ള വാല്യൂ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 18 കിട്ടി. അപ്പോൾ നമ്മൾ ബോറോ എടുക്കുന്നിടത്ത് 1 കുറയും, കിട്ടുന്നിടത്ത് അത് 10 ആയിട്ടാണ് കിട്ടുക. അത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ. ഇനി ബൈനറിയിൽ നമ്മൾ എപ്പോഴാണ് ബോറോ എടുക്കേണ്ടി വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യേണ്ടി വരുമ്പോഴാണ് നമുക്ക് ബോറോ എടുക്കേണ്ടി വരിക. ഈ ഒരു കേസിൽ മാത്രമേ ബോറോ എടുക്കേണ്ടി വരുള്ളൂ. 0ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തൊട്ട് പുറകിലെ പൊസിഷനിൽ നിന്ന് ബോറോ എടുക്കും. സപ്പോസ് നമ്മുടെ നമ്പർ 10 ആയിരുന്നു വിചാരിക്കാം. അപ്പോൾ 0ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തൊട്ട് പുറകിലെ പൊസിഷനിൽ പോയി അവിടെ 1 ആണ്. 1 ആണെങ്കിൽ മാത്രമേ നമുക്ക് ബോറോ എടുക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ബൈനറിയിൽ 0യും 1ഉം അല്ലേ ഉള്ളൂ. അപ്പോൾ 0ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യേണ്ടി വരുമ്പോഴാണ് ബോറോ എടുക്കേണ്ടി വരിക. എവിടുന്നേ ബോറോ എടുക്കാൻ പറ്റുള്ളൂ? അതിൻ്റെ തൊട്ട് പുറകിലുള്ള 1 എന്നേ ബോറോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 എന്നൊരു ബോറോ ഇങ്ങോട്ട് എടുക്കുകയാണ്. 1 എന്നൊരു ബോറോ എടുക്കുമ്പോൾ ബോറോ എടുക്കുന്നിടത്ത് എന്താ സംഭവിക്കുക? അവിടെ നിന്ന് 1 കുറയ്ക്കണം. അപ്പോൾ ഇപ്പോൾ അവിടെ 1 ഉള്ളത്, 1 നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ അവിടെ 0 ആയി. ഇനി അത് ഇവിടേക്ക് കിട്ടുമ്പോൾ എന്തായിട്ടാണ് കിട്ടുക? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് 10 ആയിട്ടാണ് കിട്ടിയത്. ബൈനറിയിൽ നമുക്ക് കിട്ടുക 10 ആയിട്ട് തന്നെയാണ്. പക്ഷേ 10 എന്ന് പറഞ്ഞാൽ ബൈനറിയിൽ എന്താണ്? 2 ആണ്. ഞാൻ നേരത്തെ നമ്പർ സിസ്റ്റം എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഏത് നമ്പർ സിസ്റ്റത്തിലാണെങ്കിലും 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് ആണെന്ന്. അതായത് ഒക്ടലിൽ 10 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഹെക്സാഡെസിമൽ 10 എന്ന് പറഞ്ഞാൽ 16 ആണ്. ബൈനറിയിൽ 10 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 10 ആണ്. പക്ഷേ 10 കിട്ടുന്നത് നമ്മൾ ആലോചിക്കുന്നതിനേക്കാൾ നമുക്ക് സുഖം നമുക്ക് 2 കിട്ടുന്ന ആലോചിക്കുന്നതാണ്. 10 കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നമ്പർ തന്നെയാണ് ഇപ്പോൾ അത്. അപ്പോൾ ഞാൻ പറയാണ്, നമ്മൾ ഒരു പൊസിഷനിൽ നിന്ന് ഒരു ബോറോ ഫ്രണ്ടിലേക്ക് എടുത്തു കഴിയുമ്പോൾ കിട്ടുന്നത് 2 ആയിട്ടാണ്. കാരണം 2 ആണ് ബൈനറിയുടെ ബേസ്. ഡെസിമലിൽ നമുക്ക് 10 ആയിട്ട് കിട്ടി, കാരണം 10 ആയിരുന്നു ഡെസിമലിൻ്റെ ബേസ്. അപ്പോൾ 2 ആയിട്ട് കിട്ടി. 2 - 1 ചെയ്യുക. 2 - 1 ചെയ്താൽ എന്താ കിട്ടുക? 2 - 1 = 1. ഇനി തൊട്ട് പുറകിലെ പൊസിഷനിൽ പോകുക. അവിടെ 1 ആയിരുന്നു ഉണ്ടായിരുന്നത്, അവിടെ നിന്ന് ബോറോ എടുത്തു കഴിഞ്ഞപ്പോൾ അത് 0 ആയി. അപ്പോൾ ഇനി അവിടെ ഒന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് 0 ഇവിടെ എഴുതാം, അത് എഴുതാതിരിക്കാം. അപ്പോൾ 10 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ് ആൻസർ കിട്ടുക. 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് 10 എന്ന് പറഞ്ഞാൽ ഡെസിമലിൽ 2 ആണ്, ബൈനറിയിലെ 10. 1 എന്ന് പറഞ്ഞാൽ ഡെസിമലിൽ 1 ആണ്. 2 - 1 ചെയ്താൽ 1 അല്ലേ കിട്ടുക. അതാണ് നമുക്കിവിടെ കിട്ടിയ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക. 0 - 1 ചെയ്യേണ്ടി വരുന്ന സമയത്ത് തൊട്ട് പുറകിലെ പൊസിഷനിൽ പോവുക, അവിടുന്ന് ഒരു ബോറോ എടുക്കുക. ബോറോ എടുത്ത് കഴിയുമ്പോൾ ബോറോ നമുക്ക് 0യുടെ സ്ഥാനത്ത് കിട്ടുക 2 ആയിട്ടാണ്. 2 - 1 ചെയ്ത് കഴിയുമ്പോൾ 1 കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടെ റൂളിൽ പറഞ്ഞത്, 0 - 1 = 1 വിത്ത് എ ബോറോ ഫ്രം ദി നെക്സ്റ്റ് കോളം. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടെ വലിയ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ 101 - 10. 1 - 0 ആണ് നമ്മൾ ആദ്യം ചെയ്യുക. 1 - 0 എന്ന് പറഞ്ഞാൽ 1. ഇനി 0 - 1. 0 - 1 ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തൊട്ട് പുറകിലെ പൊസിഷനിൽ നിന്ന് ഒരു ബോറോ എടുക്കുകയാണ്. നമ്മൾ അഡീഷനിൽ ചെയ്ത പോലെ തന്നെ ബോറോ എപ്പോഴും അഡീഷനിൽ നമ്മൾ ക്യാരി മുകളിൽ എഴുതിയില്ലേ, അതുപോലെ ഇവിടെ നമുക്ക് ബോറോ മുകളിൽ എഴുതിയിട്ട് പോവാം. അപ്പോൾ 1 - 0 1 എന്ന് ഒരു 0 ഇങ്ങോട്ട് ബോറോ ആയിട്ട് എടുക്കുകയാണ്. ബോറോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1 എന്തായി? 0 ആയിട്ട് മാറി. ബോറോ കിട്ടുന്ന സ്ഥാനത്ത് അത് 2 ആയിട്ട് കിട്ടും. 2 - 1 എന്ന് പറയുമ്പോൾ 1. ഇനി ഈ പൊസിഷനിലാണ്. ഈ പൊസിഷനിൽ 1 ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിപ്പോൾ 0 ആയി. അപ്പോൾ ഇനി നമുക്കതൊന്നും ചെയ്യേണ്ട. വേണമെങ്കിൽ ആ 0 താഴേക്ക് എഴുതാം, എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഒരുപോലെയാണ്. അപ്പോൾ 0 1 1 ആണ് ആൻസർ. 1 0 0 0 1 -1 1 0. ഓക്കെ, ഇവിടെ ആദ്യം 1 - 0. 1 - 0 എന്ന് പറയുമ്പോൾ 1. ദെൻ 0 - 1. 0 - 1 ചെയ്യാൻ പറ്റില്ല, ബോറോ എടുക്കണം. ഇവിടെ വന്നു, ബോറോ ഇല്ല, ഇവിടെ ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ബോറോ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ബോറോ ഫ്രണ്ടിലേക്ക് എടുക്കുകയാണ്. ബോറോ എടുത്ത് കഴിയുമ്പോൾ ഇവിടെ എന്തായി? 0 ആയി. ബോറോ കിട്ടുന്നിടത്ത് 2 ആയി. ഇനി ഈ 2 എന്നൊരു ബോറോ അടുത്ത പൊസിഷനിലേക്ക് എടുക്കുക. 2 എന്നൊരു ബോറോ എടുത്ത് കഴിയുമ്പോൾ 2ൻ്റെ സ്ഥാനത്ത് 1 ആയി. ബോറോ കിട്ടുന്നിടത്ത് 2 ആയി. ഇനി ഈ 2 എന്നൊരു ബോറോ അതിൻ്റെ ഫ്രണ്ടിലേക്ക് എടുക്കുക. അപ്പോൾ 2ൻ്റെ സ്ഥാനത്ത് 1 ആയി. ബോറോ കിട്ടിയെടുത്ത് 2 ആയി. ഇനി സബ്ട്രാക്ട് ചെയ്യാം. 2 - 1 എന്ന് പറഞ്ഞാൽ 1. ഇനി അടുത്ത പൊസിഷനിൽ പോവാം. അടുത്ത പൊസിഷനിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത് 1 ആണ്. 0യിൽ നിന്നായിരുന്നു സബ്ട്രാക്ട് ചെയ്യേണ്ടത്, പക്ഷേ ഈ ബോറോ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വാല്യൂ എന്തായി? 1 ആയി.
അത് നമ്മൾ മുകളിൽ എഴുതിയിൽ ഏറ്റവും മുകളിലെ വാല്യൂ മാത്രം നോക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1. അടുത്ത പൊസിഷനിൽ പോയി അവിടെ സബ്ട്രാക്റ്റ് ചെയ്യേണ്ടത് 0 ആണ്. എന്നുവെച്ചാൽ ഇവിടെ 1 1 0 ഉള്ളായിരുന്നേ, പുറകിലേക്കൊക്കെ 0 ആണ്. എന്തെന്ന് സബ്ട്രാക്റ്റ് ചെയ്യണം? നേരത്തെ അവിടെ 0 ആയിരുന്നുണ്ടായിരുന്നേ, പക്ഷേ ബോറോ പാസ് ചെയ്തപ്പോൾ അവിടുത്തെ വാല്യൂ 1 ആണ്. 1 ആണ് ഏറ്റവും മുകളിലുള്ളത്. അപ്പോൾ 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 1. അടുത്ത പൊസിഷനിൽ പോവാം. സോറി കേട്ടോ, ഇവിടെ നമ്മൾ 1 മൈനസ് 1 0 അല്ലേ എഴുതണ്ട ഈ പൊസിഷനിൽ. അതായത് ആദ്യം 1 മൈനസ് 0 ചെയ്ത് 1 കിട്ടി, അടുത്ത് 2 മൈനസ് 1 ചെയ്യുമ്പോൾ 1. അടുത്ത പൊസിഷനിൽ 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 0. അടുത്ത പൊസിഷനിൽ വന്നു കഴിഞ്ഞിട്ട് 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 1. നെക്സ്റ്റ് പൊസിഷനിൽ വരിക. ഇവിടെ 1 ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ബോറോ എടുത്തത് പോയി. അപ്പോൾ അവിടെ 0 ആണുള്ളത്. വേണമെങ്കിൽ ഈ 0 അങ്ങോട്ട് താഴേക്ക് എഴുതാം. അപ്പോൾ 1 0 1 1 ആണ് ആൻസർ. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? 1 0 1 1 ആൻസർ കിട്ടി, പ്ലസ് ഈ വാല്യൂ പ്ലസ് ചെയ്താൽ മുകളിലെ വാല്യൂ കിട്ടണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആണോ നോക്കാം. പ്ലസ് 1 1 0. 1 plus 0 1. 1 plus 1 is 0 with the carry 1. 1 plus 1 is 0 with the carry 1. 1 plus 1 is 0 with the carry 1. 1 താഴേക്ക് എഴുതാം. അപ്പോൾ കിട്ടിയ ആൻസർ കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ സബ്ട്രാക്ട് ചെയ്ത്, അതായത് നമ്മുടെ സബ്ട്രാഹൻറ്റും കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. മിനിമൻ്റ് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്യാം. 1 1 0 1 0 മൈനസ് 1 1 1. 0 മൈനസ് 1 ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ബോറോ എടുക്കണം. ബോറോ എടുത്തു കഴിയുമ്പോൾ ഈ പൊസിഷനിൽ 0 ആയി, ബോറോ കിട്ടുന്നിടത്ത് 2 ആയി. 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1. ഇപ്പോൾ ഇവിടുത്തെ വാല്യൂ 0 ആണ്. 0 മൈനസ് 1 ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബോറോ എടുക്കണം. അടുത്ത പൊസിഷനിൽ പോയി ബോറോ എടുക്കാനില്ല, അതിനടുത്ത പൊസിഷനിൽ പോയി 1 ആണ്. അപ്പോൾ അവിടെ നിന്നൊരു ബോറോ എടുക്കാം. ബോറോ എടുത്തു കഴിയുമ്പോൾ അവിടുത്തെ വാല്യൂ 0 ആയി, ബോറോ കിട്ടുന്നിടത്ത് 2 ആയി. ഇനി ഈ 2 എന്ന് ഒരു ബോറോ അടുത്ത പൊസിഷനിലേക്ക് എടുക്കാം. 2 എന്നൊരു ബോറോ എടുത്തു കഴിയുമ്പോൾ 2ൻ്റെ സ്ഥാനത്ത് 1 ആയി, ബോറോ കിട്ടിയെടുത്ത് 2 ആയി. ഇനി സബ്ട്രാക്റ്റ് ചെയ്യാം. 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1. ഇനി അടുത്ത പൊസിഷനിൽ പോവുക. സബ്ട്രാക്റ്റ് ചെയ്യേണ്ടത് 1 ആണ്. മുകളിലെ വാല്യൂ നോക്കുക. 1 മൈനസ് 1 ഇസ് 0. അടുത്ത പൊസിഷനിൽ പോവുക. സബ്ട്രാക്റ്റ് ചെയ്യേണ്ടത് 0 ആണ്. എവിടെ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യേണ്ടത്? ഏറ്റവും മുകളിലിരിക്കുന്ന വാല്യൂ നോക്കുക. 0. 0 മൈനസ് 0 ഇസ് 0. അടുത്ത പൊസിഷനിൽ പോവുക. 1 ആണ്. സബ്ട്രാക്റ്റ് ചെയ്യേണ്ടത് 0 ആണ്. 1 മൈനസ് 0 ഇസ് 1. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. 1 0 0 1 1. ഒരു എക്സാമ്പിളും കൂടെ ചെയ്യാം. 1 0 1 0 1 മൈനസ് 1 1 1 0. 1 മൈനസ് 0 ചെയ്യുമ്പോൾ 1 കിട്ടും. 0 മൈനസ് 1 ചെയ്യാൻ പറ്റില്ല. ബോറോ എടുക്കുക. ബോറോ എടുക്കുമ്പോൾ ബോറോ എടുത്ത സ്ഥാനത്ത് 0 വരും, ബോറോ കിട്ടിയെടുത്ത് 2 വരും. 2 മൈനസ് 1 ഇസ് 1. ഇപ്പോൾ ഇവിടെ ഉള്ളത് 0 ആണ്. 0 മൈനസ് 1 ചെയ്യാൻ പറ്റില്ല. ബോറോ എടുക്കുക. അടുത്ത പൊസിഷനിൽ ബോറോ ഇല്ല, അതിനടുത്ത പൊസിഷനിൽ പോവുക. 1 ആണ്. അപ്പോൾ ഇവിടുന്ന് ബോറോ എടുക്കുക. ബോറോ എടുക്കുമ്പോൾ ഇവിടെ 0 വരും, ബോറോ കിട്ടുന്നിടത്ത് 2 വരും. ഇനി ഈ 2 എന്ന് ഒരു ബോറോ ഫ്രണ്ടിലേക്ക് എടുക്കണം. അപ്പോൾ 2 മാറിയിട്ട് 1 ആവും, ബോറോ കിട്ടിയെടുത്ത് 2 ആവും. ദെൻ 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1. ഇനി പുറകിലെ പൊസിഷനിൽ പോവുക. പുറകിലെ പൊസിഷനിൽ ഇപ്പോൾ ഇരിക്കുന്നത് 1 ആണ്. 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 0. അതിന് പുറകിൽ പോവുക. 1 ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ അത് 0 ആയി. അപ്പോൾ ആ 0 അതുപോലെ ഇങ്ങോട്ട് എഴുതുക. ഒന്നും സബ്ട്രാക്റ്റ് ചെയ്യാൻ താഴെ ഒന്നുമില്ല. അപ്പോൾ 0 0 1 1 1, അതായത് 1 1 1 എഴുതിയാലും മതി. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് സബ്ട്രാക്ഷൻ ചെയ്യുക. കുറച്ചധികം എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി സ്പീഡിൽ തെറ്റിക്കാതെ ചെയ്യാൻ പറ്റും.